ഹായ് കുമ്പാരിമാര്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വലിയതുറ കടപ്പുറത്താണ്. മീൻ മേടിക്കാനല്ല, അവിടുത്തെ കടപ്പുറം വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഇവിടെ വന്നപ്പോൾ 6 മണിക്കാണ് ലേലം വിളി തുടങ്ങാമെന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ചായ കുടി പകുതി ആയപ്പോഴേക്കും തുടങ്ങി. കുടിച്ചിട്ട് അങ്ങോട്ട് പോവാം. വന്നിറങ്ങിയപ്പോൾ തന്നെ കാണുന്നത് നല്ല പടക്കം വാള കണ്ടാവുന്നത്, നല്ല പച്ച വാള. ഫുള്ളും ചൂരയും വാളയാണ് കുമ്പാരിമാരെ. ചൂണ്ടപ്പണിക്കാന്ന് തോന്നുന്നത്. ചൂണ്ടപ്പണിക്കാണ്ടാ വാളയും ചൂരയും മാത്രം തന്നെ തോന്നുന്നു. പണി കുറവാണെന്ന് തോന്നുന്നു കുമ്പാരിമാരെ. കാരണം ആകെ മൊത്തം ഉള്ളത് വാളയാണ്. വാളയും ഞാൻ കണ്ണിൽ കണ്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള മീനൊക്കെ വളരെ കുറവാണ്. സാധാരണ നമ്മൾ തട്ടുമടക്കം പോയാൽ തട്ടുമടിക്ക് നിറയെ മീനായിരിക്കും. നൊത്തോലി ചാളയൊക്കെ ഇവിടെ തട്ടുമടിക്ക് ഇന്ന് മീൻ വളരെ കുറവാണ്. ആകെ മൊത്തം 2 കൂട്ടം ചാളയും ഞാൻ കണ്ടു. എന്തൊരു പണിക്ക് മീന്? വാള, അയില, കുളിയാളൊക്കെ കൊണ്ടായിരുന്നു. വേറെ തട്ടുമടിക്കല്ല മീനുണ്ടായിരുന്നു. തട്ടുമടിക്ക് ചാളുണ്ട്. പക്ഷെ നമ്മൾ ചാളയൊക്കെ കുറച്ചാണ് കണ്ടത്. ഇവിടെ ആകെ മൊത്തം വന്നത് വാളയും. ചാളുണ്ട്, വിലയില്ല. വാളയൊക്കെയോ? വാളയ്ക്ക് വില ഉണ്ട്. പണിക്ക് പോയിട്ട് വരണം. കഴിഞ്ഞ ഒരു 4-5 മാസം മുമ്പ് കർക്കിടക സമയത്ത് മീനുകൾ കുറവാണ്. കടലിന്റെ ഇതൊക്കെ ആയിട്ട് അങ്ങനെ തരുന്നത്. പക്ഷെ ഇപ്പൊ മീനുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ഐറ്റം മീനുകളുണ്ട്. പാര, ചൂര, വാള, വാളയുടെ ഇതൊക്കെ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കറിക്ക് മീൻ മേടിക്കാൻ വരുന്നവരാണോ? കറിക്ക് മീൻ മേടിക്കാൻ വന്നവരാണ്. വേറെ ഒരു വ്യത്യസ്തം കൂടെ കണ്ടത് ഇവിടെ ഇരിക്കുന്ന അമ്മമാരെയാണ്. കാരണം 10-100ഓളം അമ്മമാരാണ് റൗണ്ട് ചെയ്ത് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. നമ്മൾ വേറെ ഒരു മാർക്കറ്റിൽ ഇത്രയും ഒത്തൊരുമയോട് കൂടി കണ്ടിട്ടില്ല. അവര് വെളുപ്പിലെ വന്നിരിക്കുന്നതാണ്. രാവിലെ വെളുപ്പിലെ വന്നിട്ടാണ് ഈ രാത്രി വരെ ഇരുന്ന് കച്ചവടം ചെയ്യണത്. രാത്രി വരെ കച്ചവടം. രാത്രി ഒരു 8-9 മണി, 10 മണി വരെ ഇരിക്കില്ല, ഒരു 8-9 മണി വരെ ഇരുന്ന് കച്ചവടം ചെയ്യണം. എല്ലാം ഇവിടെ വലിയോറക്കാര്, പിന്നെ തോപ്പുകാരുണ്ട്, ചെറുപുറക്കാരുണ്ട് ഒക്കെ തന്നെ. എല്ലാം നമ്മൾ തീരദേശത്തുള്ള അമ്മമാരൊക്കെ തന്നെയാണ്. ലേലം തുടങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 6 മണി തൊട്ട് ഒരു 10 മണി വരെ കാണും ലേലം. 10 മണി വരെ കട്ടമരത്തിന്റെ ഇതൊക്കെ ഉണ്ട്, ചൂണ്ടം പണിക്കൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്, ഈ കാണുന്നതൊക്കെ ഉണ്ട്. ഈ കാണുന്നതൊക്കെ ഇതിന്റെയൊക്കെ ഒരു രാവിലെ പോയിട്ട് വെളുപ്പിൽ 5-5:30 പോയിട്ട് ഒരു 10 മണിക്കകത്തൊക്കെ കൊണ്ട് അണയ്ക്കുന്നതാണ്. നല്ല പച്ച മീൻ എന്ന് പറയുമ്പോൾ നമുക്ക് കരമടിയിലുള്ളതും ഈ ചൂണ്ടയ്ക്ക് കൊണ്ടുള്ളതൊക്കെ ഉണ്ട്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കണ്ട ഇപ്പം മീനിന്റെ കുട്ട വലുതാണ്. പിന്നെ അതുപോലെ മീൻ നമുക്ക് ലേലം വിളിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇത്തിരി വില കൂടുതലും കുറവാണ്. പക്ഷെ ഇവിടെ മീൻ മോശമായിട്ടുള്ള മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ ഇത് ചെയ്യത്തില്ല. നല്ല മീൻ അതിലിടയിൽ ചിലപ്പോൾ 1-2 മീൻ ഉണ്ടെങ്കിൽ അത് മാറ്റി നല്ല മീൻ വെച്ച് തന്നെ കൊടുക്കുന്നുണ്ട്. വരുന്ന കസ്റ്റമർക്ക്. കാരണം പുറത്തുനിന്ന് സാറുമാരും മേഡങ്ങളൊക്കെ വരെ അല്ലാതെ ഇവിടെ നിന്ന് ലേലം വിളിച്ചെടുക്കുന്നുണ്ട്. അവിടെ വരുമ്പോൾ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ ആണ്. ഇവിടെ ഇപ്പൊ ഈ കാണുന്ന തറകളിലെല്ലാം ഇവിടെയാണ് വിളിക്കുന്നത്. ഇവിടെ വിളിച്ച് പിന്നെ ഇത് ലേലം വിളി കഴിയുമ്പോഴത്തേക്ക് ഇതിനെ കഴി ഇറക്കും. പിറ്റേന്ന് വീണ്ടും മീൻ വിളിക്കുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ അമ്മമാർക്ക് അതിൽ മീൻ എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അവർക്ക് സമയത്തിന് ടപ്പട്ടപ്പം മീൻ എടുത്തുകൊണ്ട് വെച്ചു കൊടുക്കാനുള്ള ഒരു ഇതുണ്ട്. മറ്റേത് വിഴിഞ്ഞം പോലെയും പൂന്തറ എന്ന് പറയുമ്പോഴത്തേക്ക് അവരെ കാത്തു നിൽക്കേണ്ട, ചുമട്ടേരെ കാത്തു നിൽക്കേണ്ട കാര്യം. അവർക്ക് സമയത്തിന് മീൻ ഇവിടെ വന്ന് എടുത്ത് തൃപ്തിയോടെ കൊണ്ടുപോകാനുള്ള ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ തന്നെ കൂടുതലും വരുന്നത്. ഇതെല്ലാം ഇവിടെ നടക്കുന്ന മീനാണോ? ഇതെല്ലാം വലിയ വേറെ ഒരു കടപ്പുറത്തുള്ള മീൻ വലിയ വിൽക്കത്തില്ല. കർക്കിടകത്തായപ്പോൾ ഞങ്ങളുടെയൊക്കെ വള്ളങ്ങൾ വിഴിഞ്ഞത്ത് പോയപ്പോൾ ഞങ്ങൾ വിഴിഞ്ഞത്ത് മീൻ എടുത്ത് 3 മാസം. അതിനുശേഷം വലിയ അതിന്റെ സീസൺ തീർന്നോടെ വലിയ കടപ്പുറത്തെ മീനെ എടുത്ത് കച്ചവടം ചെയ്യത്തുള്ളൂ. ഇവിടെ നിന്ന് പുറത്തുനിന്ന് ആരും കൊണ്ടൊന്നും കച്ചവടം ചെയ്യത്തില്ല. ഇവിടെ ഇരിക്കുന്ന അമ്മമാർ 100-ൽ മേലെ അമ്മമാരില്ല. ഇവിടെ 160 പേരുണ്ട് കച്ചവടം ചെയ്യാൻ. എല്ലാവരും കച്ചവടം നമ്മുടെ വലിയതുറയുള്ളവരാണ്. എല്ലാം വലിയതുറയുള്ളവർ. എന്ത് സഹകരണം അല്ലേ നിങ്ങളെല്ലാവരും. ഒരു മാർക്കറ്റിൽ ഇങ്ങനെ ഇത്രയും തെങ്ങിത്തിരിങ്ങനെ കച്ചവടം ചെയ്യുന്ന ഒരു ഇതില്ല. അതിന് കുഴപ്പമില്ല. എല്ലാവരും ജോലി തരും. അവർക്കുള്ള അരിക്കുള്ള കിട്ടുമ്പോൾ അവർ വീട്ടിലൊക്കെ പോകും. അവർ വിൽക്കുന്നവർ വീട്ടിൽ പോകും. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പം ഇല്ലെങ്കിൽ ഞങ്ങൾ സന്ധ്യയ്ക്ക് വരെ വിറ്റിട്ടേ പോകുള്ളൂ. നാളത്തേക്ക് ഇത് കരുതി വെക്കത്തില്ല. അമ്മയുടെ പേര്? എന്റെ പേര് ഏലിയമ്മ. മഴയിലൊക്കെയാണ് എല്ലാവരും ഇരിക്കുന്നത്. ഇതൊക്കെ വിറ്റ് പറിക്കാനേ അവർക്ക് ഇന്നൊരു മുഖത്തൊരു പ്രശ്നം. ഞാൻ പൂന്തറക്കാരിയാണ്. ഞാനും കച്ചവടം തന്നെയാണ് ചെയ്യുന്നത്. അയ്യോ സൂപ്പർ ബെർലിൻ മാർക്കോസ് ആണ് എന്റെ പേര്. എന്റെ ജോലി വന്നിട്ട് ലേലം വിളിയാണ്. ലേലം വിളിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ എല്ലാം വന്ന് ഫ്രഷ് മീനാണ്, വള്ളത്തിലെ ചൂണ്ട മീനാണ് ഏറ്റവും കൂടുതൽ. തട്ടുമടി പുറത്തുനിന്ന് മീൻ ഇവിടെ നിന്ന് വിൽക്കാൻ പാടില്ല. വലിയതുറ ഇല്ല, കടപ്പുറം മീൻ അല്ലാതെ എന്നല്ല. വലിയതുറ ലേലം വിളിച്ച് വിൽക്കുന്ന മീൻ മാത്രമേ ഈ ചന്തയിൽ വിൽക്കാവൂ. അല്ലാതെ പുറത്തുനിന്ന് വരുന്ന ഈ അമ്മമാര് വിൽക്കുന്ന കംപ്ലീറ്റ് ആൾക്കാർ വിൽക്കുന്നത് വന്നിട്ട് വലിയോറ ലേലം വിളിച്ച് കൊടുക്കുന്ന മീൻ മാത്രമേ ഇവർക്ക് വിൽക്കാനുള്ള അനുവാദമുള്ളൂ. വലിയോറ പള്ളി വെച്ചിരിക്കുന്നത്. അല്ലാതെ ഇവര് പുറത്തുനിന്ന് വിഴിഞ്ഞത്തുന്ന പെരുമാതുറ എന്ന നേരത്തിലുള്ള മീൻ ഇവിടെ വിൽക്കാൻ പാടില്ല. ആനയുടെ സീസൺ വരുമ്പോൾ 4 മാസത്തേക്ക് വിഴിഞ്ഞത്തുനിന്നും പിന്നെ പെരുമാതുറ ഞങ്ങൾ വിൽക്കാൻ വേണ്ടി അനുവാദം കൊടുക്കും. ഇവിടുത്തെ ലേലം വിളി നിൽക്കേണ്ട പെണ്ണുങ്ങളെ ഞങ്ങൾ ലേലക്കാരെ ചീത്ത വിളിക്കാൻ അങ്ങനത്തെ ഒരു ഇതിൽ അലിഗേഷൻ ഇല്ല. ഒരു ഇതുവരെയ്ക്കായിട്ട് അങ്ങനെ ഇല്ല. വലിയ തുറയിൽ അങ്ങനത്തെ ഒരു പേരുണ്ട്. ഇവിടെ ലേലം വിളിക്കാരെ ഇവിടെ ആരെയും വന്നിട്ട് ഇച്ചിപ്പൊന്ന് പറയത്തുമില്ല. ഇവിടെ അങ്ങനത്തെ ഒരു അലിഗേഷൻ ഇല്ല. മറ്റുള്ള കടപ്പുറം നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അതേപോലെ ചേട്ടായി പറഞ്ഞത് വെറുവാക്കല്ല, സത്യമാണ്. കാരണം നമ്മൾ ഒരുപാട് കടപ്പുറങ്ങളൊക്കെ ഇപ്പൊ മീൻ മേടിക്കുന്നവരാണ്. ഞാനായാലും
നമ്മുടെ കുമ്പാരിമാരായാലും അറിയാമല്ലോ. അപ്പം ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പം പരസ്പരമുള്ള സഹകരണം തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം ഇത്രയും കൂട്ടം കൂടി ഇങ്ങനെ ഇരുന്ന് മീൻ വിൽക്കുന്ന ഒരു സംവിധാനം നമ്മുടെ കടപ്പുറങ്ങളിൽ വേറെ ഞാൻ കണ്ടിട്ടില്ല. 10-20 പേരൊക്കെ ഇരുന്ന് വിൽക്കുന്നത് നമ്മുടെ ഈ വിഴിഞ്ഞത്തായാലും ബാക്കിയുള്ളവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് 150-150ഓളം അമ്മമാരാണ് റൗണ്ട് ചെയ്തിരിക്കുന്നത്. എന്തൊരു സഹകരണം! ഞാൻ അതിശയിച്ചു. അത് ഇത്രയും തിരങ്ങിയിരുന്ന് അവരെല്ലാവരും കച്ചവടം ചെയ്യുന്നത്. ഈ വെട്ടുന്നവര്